അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ പുണ്യനബി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശരീരത്തിൽ നിജ്റാനിൽ നെയ്തുണ്ടാക്കിയ വക്ക് ഭാഗം പരുപരുക്കനായ തട്ടമുണ്ട്. കൂടെ അവിടുത്തെ ഹാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരുമുണ്ട്. അനസ് പറയുകയാണ്, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു അഅറാബി വന്ന് നബിതങ്ങളുടെ ഈ തട്ടത്തിൽ പിടിച്ച് ശക്തമായി ഇങ്ങോട്ട് വലിച്ചു. ഞാൻ അവിടുത്തെ പിരടിയിലേക്ക് നോക്കിയപ്പോൾ ആ വലിയുടെ ശക്തി കാരണം തട്ടത്തിൻ്റെ വക്ക് അവിടുത്തെ പിരടിയിൽ പാടുകളുണ്ടാക്കിയിട്ടുണ്ട്. വലിച്ച ശേഷം അഅറാബി പരുഷമായി പുണ്യനബിയോട് പറഞ്ഞു, യാ മുഹമ്മദേ മുർലി മിൻ മാലില്ലാഹില്ലദി ഇൻദക്, നിൻ്റെ അടുത്തുള്ള അള്ളാൻ്റെ സ്വത്തില്ലേ അത് നിനക്ക് തരാൻ പറ. സക്കാത്തിൻ്റെ മുതലായിരിക്കും. അനസ് പറയുകയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ പുണ്യനബിയുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും വേദനിപ്പിക്കുകയും ഇങ്ങനെ പരുഷമായി പെരുമാറുകയും ചെയ്ത ഈ മനുഷ്യനോട് നബിതങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ മുഖഭാവം എന്താണെന്ന് കാണാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് ദാനം നൽകാൻ വേണ്ടി അവിടുന്ന് അനുചരരോട് നിർദ്ദേശിക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി തിരുമേനിയുടെ ഈ സഹന സ്വഭാവത്തിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. അവിടുത്തെ സഹനം അത് മറ്റൊന്ന് തന്നെയായിരുന്നു. അവിടത്തേക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ച വലിയ മനുഷ്യനാണ് സ്വഹാബി വര്യനായ ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ നീണ്ട കാലയളവിലെ തൻ്റെ അനുഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞത് തന്നെ നിബിതങ്ങളുടെ ആ സഹനവും അവിടുത്തെ ആ വിശാല മനസ്കതയും അറിയിക്കുന്നതാണ്. അനസ് നൽകിയ സാക്ഷ്യപ്പെടുത്തൽ, ഖദംതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ പുണ്യനബിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്തു. ഫമാ ഖാലലി ഉഫിൻ, എന്നോട് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ നബിതങ്ങൾ ഉഫിൻ എന്ന് ഒരു അനിഷ്ടം സൂചിപ്പിക്കുന്ന വാക്ക്, നമ്മൾ ചേ എന്നൊക്കെ പറയില്ലേ എന്ന രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടില്ല. വല ലിമ സ്വനായത്ത വല അല സ്വനായത്ത, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നബിതങ്ങൾ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തുകൂടായിരുന്നില്ലേ എന്നും നബിതങ്ങൾ ചോദിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഹാദിമാണ്, സേവകനാണ്, കുട്ടിയാണ് അനസ് ബിൻ മാലിക്. എന്നിട്ട് പോലും പുണ്യനബി സ്വീകരിച്ച ആ ഒരു പെരുമാറ്റം, ആ ഒരു സഹനം തീർച്ചയായും നമുക്ക് മാതൃകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ സഹനശേഷി നമുക്കുണ്ടായാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. മനസ്സിന് ആശ്വാസവും സമാധാനവും ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.